എടി ചോട്ടു, നിന്നെ ഇപ്പൊ കാണാറില്ലല്ലോ. ഇവര് പുതിയ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ ഏതു നേരം അവരുടെ കൂടെയാ. മക്കളെ, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുവാണോ? നാളെ ശിശുദിനമല്ലേ? ഞാനിപ്പോൾ കുടുംബശ്രീ പോയപ്പോഴാണ് അറിഞ്ഞേ. ഇന്നേ കുടുംബശ്രീ ശിശുദിനത്തിന്റെ ഭാഗമായിട്ട് കുറേ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ക്ലബ്ബിലാ. മക്കളെല്ലാവരും പങ്കെടുക്കണം കേട്ടോ. എന്ത് പരിപാടിയാ മുത്തശ്ശി? അയ്യോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയില്ല മക്കളെ. ഫ്രാൻസിന്നോ അങ്ങനെ എന്തോ പരിപാടിയില്ലേ? നമ്മളെല്ലാവരും വേറൊരു വേഷത്തിൽ കണിഞ്ഞൊരുങ്ങില്ലേ, ഉണ്ണിയാർച്ചയായിട്ടും ജാൻസി റാണിയായിട്ടും. എന്നിട്ട് സ്റ്റേജിൽ കയറി ഡയലോഗൊക്കെ പറയില്ലേ, ആ പരിപാടി. ഓ, അത് ഫാൻസി ഡ്രസ്സാ മുത്തശ്ശി. അയ്യോ, പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ മുത്തശ്ശി? ഇതൊരു മത്സരമല്ലേ? എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ട്? ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിനിവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് ആയാൽ പോരെ? എല്ലാ കളറിലുള്ള സാരിയും പല ടൈപ്പ് സാരിയും മുത്തശ്ശിയുടെ അലമാരിയിലുണ്ട്. പിന്നെന്താ? അത് മാത്രം പോരല്ലോ, എന്തൊക്കെ ഇനിയും വേണം? നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും മുത്തശ്ശൻ ഇപ്പം അങ്ങാടി പോയി മേടിച്ചോണ്ട് വരും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എന്തായാലും പരിപാടി പങ്കെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നാണക്കേട് എനിക്കാ. ഇത്രയും പേരക്കിടാങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്. പിന്നെ നിങ്ങളുടെ ആ ചാരിയില്ലേ, അവളെയും വിളിച്ചോ. നിങ്ങൾ അവൾക്കും എന്തെങ്കിലും ഒരു വേഷം കൊടുക്ക്. പാവം വീട്ടിൽ തന്നെ പണിയും ചെയ്തിരിക്കുമല്ലേ, അവൾക്കും ഒരു സന്തോഷം വേണ്ടേ? ഈ ചാരുവിനെ പങ്കെടുപ്പിക്കാനോ? അത് അടിപൊളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാരുവിനെ വിളിക്കാം. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു വേഷം സെലക്ട് ചെയ്യാം. വേഷം മാത്രം പോരല്ലോ, ഡയലോഗ് എങ്ങനെ പഠിച്ചു പറയും? അതിനല്ലേ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ മതി. ഡയലോഗൊക്കെ കിട്ടും, നമുക്കത് കാണാതെ പഠിക്കാം. എന്തായാലും നിങ്ങൾ നല്ലതുപോലെ ചെയ്യണം. കുടുംബശ്രീയിൽ ഈ കാര്യം പറഞ്ഞതേ, അപ്പുറത്തെ വീട്ടിലെ ആ ശോഭ അവളുടെ മോള് ഗൗരിനെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. കടയിൽ പോയി എന്തൊക്കെയോ മേടിക്കുന്ന കണ്ടു. ഓ, ഗൗരി ഇതിലും പങ്കെടുക്കുന്നുണ്ടോ? അതിനെന്താ മക്കളെ, അതും ഒരു കുട്ടിയല്ലേ, എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഗൗരീനെ അവർ പങ്കെടുപ്പിക്കും, പക്ഷെ ചാരുവിനെ മാറ്റി നിർത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചാരുവിനെ വിളിച്ച് അവളെ റെഡിയാക്കണമെന്ന്. ഗൗരി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. എനിക്ക് അവളെ തോപ്പിക്കണം. ആരെയും തോപ്പിക്കാൻ വേണ്ടി പങ്കെടുക്കരുത് മക്കളെ. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി പരിപാടിയിൽ പങ്കെടുക്കണം. അല്ലാതെ ഇന്നാണ് തോപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പങ്കെടുക്കരുത്. അത് മുത്തശ്ശി, എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. അതൊന്നും സാരമില്ല. എന്തായാലും നിങ്ങൾ തയ്യാറെടുക്കാൻ നോക്ക്. എന്ത് സാധന വേണ്ടതെന്ന് വേഗം മുത്തശ്ശനെ അറിയിക്കേ. ചെല്ല്. എടി അമ്മക്കുട്ടി, ഇവളിതുവരെ റെഡിയായി കഴിഞ്ഞില്ല. ഇത് എത്ര നേരമായി? ഒന്ന് വാടി. അയ്യോ, എനിക്ക് ഈ മാലയും എല്ലാം കൂടി വാരിയിട്ടിട്ട് ചൂടെടുക്കുക. ഉണ്ണിയാർച്ച ആകണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. ഈ നീതുമോളുടെ ശകുന്തള ആയാൽ മതിയായിരുന്നു. അതാവുമ്പോൾ ഒട്ടും ചൂടെടുക്കൂലതേ. ഉടുപ്പ് കുറവല്ലേ? അയ്യടാ, ഉടുപ്പ് കുറവ്. ഇതെല്ലാം വാരി കിട്ടിയ മുല്ലപ്പൂവും ചുറ്റി നിൽക്കുമ്പോൾ അറിയാം ബുദ്ധിമുട്ട്. ദൈവമേ, പഠിച്ച ഡയലോഗ് മറക്കല്ലേന്നാ എന്റെ പ്രാർത്ഥന. എങ്ങനെയുണ്ട് ചേച്ചിമാരെ അമ്മക്കുട്ടീനെ കാണാൻ? ഞാൻ നാടോടി സ്ത്രീ, ഇവൻ കർഷകനാ. ഇന്നെല്ലാം ഞാൻ കൊയ്യും. നിങ്ങളുടെ തലയൊക്കെ ഞാൻ കൊയ്യും. ബെസ്റ്റ്. സ്റ്റേജിൽ കയറി ഈ ഡയലോഗ് പറഞ്ഞാലേ സമ്മാനം കിട്ടില്ലെന്ന് മാത്രമല്ല, നല്ല ചീത്തയും കേൾക്കും. നീ കർഷകന് പറ്റിയ നല്ല ഡയലോഗ് തന്നെ പഠിച്ചു വെച്ചോട്ടോ. നമ്മൾ ഇത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ചാരു എന്താ വരാത്തെ? അവൾക്ക് അവളുടെ വീട്ടിലെ മുഴുവൻ ജോലി കഴിഞ്ഞിട്ട് വേണ്ടി റെഡിയാകാൻ. അതായിരിക്കും. നമ്മൾ കൊടുത്ത സാരി അവൾ ഉടുക്കുവോ? ചാരുവിന് തൊറ്റ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി ഉടുപ്പിച്ച് അവളെ കൊണ്ടുവന്നോളൂ അവിടെ. അമ്മേ, നോക്കമ്മേ, ഇവരെല്ലാം നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ. ഇവരൊക്കെ ഫാൻസി ഡ്രസ്സിനുണ്ടായിരുന്നോ? എൻ്റെ മോള് തന്നെ അടിപൊളി. എല്ലാം ഒരുമാതിരി നാടകം വേഷം കെട്ടിയ പോലെ ഉണ്ട്. മോള് തന്നെ അടിപൊളി. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളുമാർക്ക് ഒറ്റ എണ്ണത്തിന് പോലും സമ്മാനം കിട്ടാൻ പോണില്ല. നോക്ക് ചേച്ചി, നമ്മളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഗൗരിക്കൊരു ടെൻഷൻ. അപ്പൊ ചാരുവിനെ കാണുമ്പോൾ എന്തായിരിക്കും? ചാരുവിന് എന്തായാലും സ്റ്റേജിന്റെ പുറകുവശത്ത് തന്നെ നിർത്തിയാൽ മതി. പേര് വിളിക്കുമ്പോൾ മാത്രം അവള് കയറിയാൽ മതി. അന്നേരം എനിക്ക് അമ്മയുടെ മോളുടെ മുഖം ഒന്ന് കാണണം. നമസ്കാരം കുട്ടികളെ. ശിശുദിനത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇവിടെ തുടങ്ങുവാണ്. പങ്കെടുക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം ഉടൻ തന്നെ സ്റ്റേജിന്റെ പുറകുവശത്തേക്ക് ചെല്ലേണ്ടതാണ്. പേര് വിളിക്കുന്നവർ മാത്രം വന്ന് സ്റ്റേജിൽ കയറുക. വാ ചേച്ചി, നമുക്ക് സ്റ്റേജിന്റെ പുറകിലോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ പറഞ്ഞുകൊണ്ട് തക്കുടു കുടുംബശ്രീ അവതരിപ്പിക്കുന്ന ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇവിടെ തുടങ്ങുവാണ്. ഞാൻ പേര് വിളിക്കുന്ന കുട്ടികൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ചെസ് നമ്പർ 1 അമ്മക്കുട്ടി. ചെസ് നമ്പർ 1 അമ്മക്കുട്ടി. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു നാടോടി സ്ത്രീയാണ്. ഞങ്ങൾ ഇന്നൊരു നാട്ടിലാണെങ്കിൽ നാളെ ഭാരതത്തിലെ വേറൊരു നാട്ടിലാണ്. എല്ലാ നാടിന്റെ സംസ്കാരം ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വില കുറച്ച് കാണരുതേ. എല്ലാവർക്കും ശിശുദിനാശംസകൾ എന്ന് അമ്മക്കുട്ടി. താങ്ക് യു അമ്മക്കുട്ടി. അടുത്തത് ചെസ് നമ്പർ 2 നമസ്കാരം, ഞാനാണ് ഉണ്ണിയാർച്ച. പെൺകുട്ടികൾ കലാപരമായും കായികപരമായും മുന്നിൽ തന്നെയാണെന്നുള്ള ഉദാഹരണമാണ് ഞാൻ. പെൺകുട്ടികളെ പ്രതികരിക്കൂ. എല്ലാവർക്കും ശിശുദിനാശംസകൾ. താങ്ക് യു കിങ്ങിണി. അടുത്തത് ചെസ് നമ്പർ 3 നിത്യ. ഈ വണ്ടിന്റെ ശല്യം കൊണ്ട് തോറ്റു. കാലിലാണെങ്കിൽ ദർഭമുനിയും കൊണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ദുഷ്യന്തനെ കണ്ടോ? എല്ലാവർക്കും ഈ ശകുന്തളയുടെ വക ശിശുദിനാശംസകൾ. ഞാൻ എൻ്റെ ദുഷ്യന്തനെ വീണ്ടും അന്വേഷിച്ചിട്ട് വരാവേ. താങ്ക് യു നീതുമോളെ. ഇനി അടുത്തതായിട്ട് വരുന്നത് നിത്യ. എല്ലാവർക്കും ശിശുദിനാശംസകൾ. ഞാൻ ജാൻസി റാണി. ടെൻഷൻ അടിക്കേണ്ട നിത്യ, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ.
ഞാൻ ജാൻസി റാണി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നന്നായി പറഞ്ഞല്ലോ. എന്തിനാ നിത്യ ടെൻഷൻ അടിക്കുന്നേ? താങ്ക് യു നിത്യ. അടുത്തത് ഗൗരി. ഞാനാണ് ഡയാന രാജകുമാരി. രാജകുമാരി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മുകളിലാ. രാജകുമാരി പറയുന്നത് എല്ലാവരും അനുസരിക്കണം. എല്ലാ കുട്ടികൾക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അയ്യോ, അടിപൊളി അടിപൊളി, എൻ്റെ മോൾ അടിപൊളി. താങ്ക് യു ഗൗരി. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് തന്നെ ഫസ്റ്റ് മോളെ, അടിപൊളി. അടുത്തൊരു മത്സരാർത്ഥിയോട് കൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. വിധി ഇപ്പം തന്നെ പറയുന്നതാണ്, ആരും പോകരുതേ. അടുത്തത് ചാരുലത. ചാരു. അത് ചാരു അല്ലേ? അവൾ എപ്പോൾ പേര് കൊടുത്തു? ഞാനറിയാതെ അവള് പേര് കൊടുത്തിരിക്കുന്നു. ആ പേര് കൊടുത്താലും എന്താ, അവൾക്ക് ഇടാൻ പറ്റിയ ഒരു ഉടുപ്പും അവിടെ ഇല്ല. അവൾ എന്തിട്ട് വരുമെന്ന് കാണാം. നാണം കെട്ടവള്. ദൈവമേ, മദർ തെരേസയോ? ഇവക്ക് എവിടെ നിന്ന് കിട്ടി ഈ സാരി? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശിശുദിനാശംസകൾ. ഞാൻ ഇന്ന് മദർ തെരേസയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദാനമേ അല്ല. നിങ്ങൾക്കൊരിക്കലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. പരസ്പരം സ്നേഹിക്കുവിൻ. നന്ദി. വളരെ നല്ലൊരു സന്ദേശമാണ് ചാരുവിടെ തന്നിട്ട് പോയത്. എന്തായാലും നമുക്ക് വിധികർത്താക്കളുടെ കയ്യിൽ നിന്ന് വിധി കേൾക്കാം. ആർക്കാണ് 1ാം സമ്മാനം 2ാം സമ്മാനം എന്നൊക്കെ ഇപ്പം അറിയാൻ കഴിയും. ചാരു, നീ കലക്കി തിമിർത്തു. അടിപൊളി ചാരു. എന്തായാലും വിധി കേൾക്കട്ടെ. ഇതാ വിധി നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഞാനിത് വായിക്കാൻ പോകുവാണേ. 3ാം സമ്മാനമാണ് ആദ്യം പറയാൻ പോകുന്നത്. 3ാം സമ്മാനം കിങ്ങിണി. കൺഗ്രാസ് കിങ്ങിണി ചേച്ചി. കിങ്ങിണി ചേച്ചിക്ക് 3ാം സമ്മാനം. അടിപൊളി കിങ്ങിണി ചേച്ചി, കൺഗ്രാസ്. അയ്യോ, എനിക്കോ? ഞാൻ സമ്മാനമൊന്നും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. 2ാം സമ്മാനം നീതുമോൾ. കൺഗ്രാസ് നീതുമോളെ. ശകുന്തള അടിച്ചു പൊളിച്ചത്. സെക്കൻഡ് പ്രൈസ് ഉണ്ട്. 3rd സെക്കൻഡ് അവളമാര് കൊണ്ടുപോയി. സാരമില്ല, 1ാം സമ്മാനം എനിക്ക് തന്നെ അല്ലേ അമ്മേ? അതേ മോളെ, നിനക്കല്ലാതെ ആർക്കാ? അടുത്തത് 1ാം സമ്മാനം. 1ാം സമ്മാനം ചാരു. അയ്യോ, എനിക്കോ? കൺഗ്രാസ് ചാരു, കൺഗ്രാസ്. ചാരു ഫസ്റ്റ് പ്രൈസ് അടിച്ചേ. അമ്മേ,